സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത്. SIR പ്രായോഗികമല്ലെന്ന് BJP ഒഴികെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും SIRന് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയെന്നും CPM പ്രതിനിധി M വിജയകുമാർ പറഞ്ഞു. BLOമാർക്ക് ഒന്നും അറിയില്ലെന്നും കൃത്യമായ ട്രെയിനിങ് ലഭിച്ചില്ലെന്നും കോൺഗ്രസിന്റെ MK റഹ്മാൻ പ്രതികരിച്ചു. അടിയന്തരമായി പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗിലെ അഹമ്മദ് ഷാ ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി നൽകി. അപ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചോദ്യം ചെയ്യാൻ ഉള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ സമയം കേരളത്തെ സംബന്ധിച്ച് ഒട്ടും പ്രായോഗികമല്ല. കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വരും. ഇതിലേതാണ് പ്രായോഗികമെന്ന് ഇവിടെ ആലോചിക്കണം. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആളുകൾക്ക് ഇപ്പോൾ ഒരു നമ്പർ കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് CP ചെറിയമൂത്ത് പറഞ്ഞതുപോലെ അവരുടെ 2002 ഇലക്ടറോട് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. അവരവിടുന്ന് ആരെ വിളിക്കണം, അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും? അവരൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു വാട്സപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്താൽ തിരിച്ച് കിട്ടുന്ന ഒരു പരിവ് ഉണ്ടാകണം. പിന്നെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ എന്യൂമറേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു സംവിധാനം വേണം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് അടിയന്തരമായി പ്രവാസി സംഘടനകളുടെ ഒരു യോഗം വിളിക്കണം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് അതിനകത്ത് വരണം. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, SIRന്റെ കാര്യത്തിൽ സർവത്ര ആശയക്കുഴപ്പവും ആശങ്കയും നിലനിൽക്കുന്നതിനിടെ ചേർന്ന സർവകക്ഷി യോഗം ആ നിലയ്ക്ക് തന്നെ പ്രധാനപ്പെട്ടതും ക്രൂഷ്യലുമായിരുന്നു. അതിൽ വിവിധ കക്ഷികൾ പങ്കുവച്ച ആശങ്ക, നിലപാടുകൾ എന്തായിരുന്നു? അതിൽ ഈ കമ്മീഷൻ പറഞ്ഞ മറുപടി എന്താണ്? സൈഫുദ്ദീൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇവിടെ BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കരുത് എന്നുള്ള ആ കാര്യം അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ആദ്യം സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി MK റഹ്മാൻ പറഞ്ഞത് BLOമാർ അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. BLOമാർക്ക് തന്നെ ഒന്നും അറിയില്ല, പലതും പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയുന്നില്ല, കൃത്യമായ ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. അപ്പോൾ BLOമാർക്ക് പോലും ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ നിലവിലത്തെ സാഹചര്യത്തിൽ SIR നടപടികളുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി MK റഹ്മാൻ പറഞ്ഞത്. പിന്നീട് സംസാരിച്ച CPM പ്രതിനിധി M വിജയകുമാറും സമാനമായ രീതിയിലുള്ള ആശങ്കയാണ് പങ്കുവച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ SIR പ്രായോഗികമല്ല, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകും. ഒന്നെങ്കിൽ SIR നിർത്തിവെക്കണം, അതല്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം. ഇങ്ങനൊരു ആവശ്യമാണ് M വിജയകുമാർ ആവശ്യപ്പെട്ടത്. നിയമപരമായി മുന്നോട്ട് പോകാൻ, SIRനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ തുടങ്ങിയെന്നും CPM പ്രതിനിധി പറഞ്ഞു. അതോടൊപ്പം CPIയുടെ സത്യൻ മൊകേരിയും സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം വേണമെന്ന കത്ത് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ ഇതിനകത്ത് പങ്കാളിയാകാൻ കഴിയും, അപ്രായോഗികമായ നിർദ്ദേശമാണ് എന്നും സത്യൻ മൊകേരി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗിനോട് സംസാരിച്ച മുഹമ്മദ് ഷാ പറഞ്ഞത് SIR ഭീതി പരത്തുന്നതാണ്, മറ്റൊരു വഴിയിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളൊരു ആശങ്ക അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അത് സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. സെക്ഷൻ 3 പ്രകാരമുള്ള രേഖകൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മുഹമ്മദ് ഷാ പറഞ്ഞു. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി എന്നാണ്. പക്ഷേ സെക്ഷൻ 3 പ്രകാരമുള്ള രേഖകൾ കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക ഈ പറയുന്ന പ്രവാസികൾക്കിടയിൽ ഉണ്ട് എന്നൊരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കേരളത്തിലെ 15% ആളുകൾ, ഏതാണ്ട് 45 ലക്ഷത്തോളം ആളുകൾ പുറത്താണ്. അവർക്ക് കുറേയധികം സംശയങ്ങളും ആശങ്കയുമുണ്ട്. ഇത് അവർക്ക് അതിനെക്കുറിച്ച് അവബോധം കൊടുക്കാൻ പ്രവാസികളുടെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം വിളിക്കണമെന്നൊരു കാര്യങ്ങൾ കൂടി മുസ്ലിം ലീഗ് പ്രതിനിധി ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ വഴി ഫോം പൂരിപ്പിച്ച് പ്രവാസികൾ നൽകിയാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ
കമ്മീഷണർക്ക് അത് എങ്ങനെ കിട്ടി എന്ന് ബോധ്യപ്പെടും എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനം വരണം, കേരളത്തിന്റേതായ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വരണം, അടിയന്തരമായി പ്രവാസികളുടെ യോഗം വിളിക്കണം, യോഗം വിളിക്കുന്നതിൽ താമസമുണ്ടാകാൻ പാടില്ല. പൗരത്വ നിയമ ഭേദഗതി വന്ന സമയത്തുണ്ടായ ഭീതി ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്കുണ്ട്, അത് മാറ്റാനുള്ള ഇടപെടൽ വേണമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് മുസ്ലിം ലീഗ് പ്രതിനിധി ആവശ്യപ്പെട്ടത്. എന്തായാലും ഇതിന് മറുപടി എന്നോണം ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞത് നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഈ പറയുന്ന പ്രവാസികളുടെ യോഗം വിളിക്കാം, ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. BLO-മാർക്ക് വീടുകളിലേക്ക് എത്തുന്നതിനകത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ചിലയിടങ്ങളിൽ BLO-മാർ നേരിട്ട് വീടുകളിലെത്താതെ ആളുകളെ കൂട്ടമായി വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാം, എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യമാണ് ഈ യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. നിലവിൽ എന്തായാലും BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നഖശികാന്തം എതിർക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ.